ഹലോ എവരിവൺ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ രോഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചും ഒക്കെയാണ്. അപ്പൊ നമ്മളിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും എന്തുണ്ടാകാറുണ്ട്, ഡിസീസസ് അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് മറ്റ് ആനിമൽസിനും പ്ലാന്റ്സിനും എന്തുണ്ടാകുന്നുണ്ട്, ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. അതിനും കാരണം ആര് തന്നെയാണ്, പതോജൻസ് അല്ലെങ്കിൽ രോഗാണുക്കളാണ്. അപ്പൊ ബാക്ടീരിയയും വൈറസും ഒക്കെ അവർക്കും രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് മറ്റ് ആനിമൽ ഡിസീസസിനെ കുറിച്ചും അതുപോലെ തന്നെ പ്ലാന്റ് ഡിസീസസിനെ കുറിച്ചുമാണ്. അപ്പൊ ആനിമൽ ഡിസീസസ് അല്ലെങ്കിൽ ജന്തുരോഗങ്ങൾ വരുന്നവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ കുളമ്പ് രോഗം എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പശുവിനൊക്കെ എന്ത് വരുന്നത്, കുളമ്പ് രോഗം വരുന്നത്. അപ്പം കാറ്റിൽ അല്ലെങ്കിൽ കന്നുകാലികൾ, പശു, എരുമ തുടങ്ങിയവയ്ക്കൊക്കെ വരുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ കുളമ്പ് രോഗം എന്ന് പറയും. ഇതിന്റെ പതോജൻ എന്ന് പറയുന്നത് വൈറസ് ആണ്. അപ്പൊ വൈറസ് വരുത്തുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ കുളമ്പ് രോഗം. അപ്പൊ ഇത് വരുന്നത് ആർക്കാണ്, കാറ്റിൽ അല്ലെങ്കിൽ കന്നുകാലികൾക്ക്, പശു, എരുമ തുടങ്ങിയവയ്ക്കാണ്. ഇനി ഇതിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെ തടയാമെന്നുള്ളതാണ് വാക്സിനേഷൻ. ത്രൂ വാക്സിനേഷൻ നമുക്ക് എന്ത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും, ഈ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് വാക്സിൻ എടുക്കുന്നത് പോലെ തന്നെ ആനിമൽസിന്, അതായത് കന്നുകാലികൾക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, വാക്സിനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് വാക്സിനേഷൻ നൽകാവുന്നതാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറയുന്നതും വരുന്നത് കാറ്റിൽ, കന്നുകാലികൾക്കാണ്. അപ്പൊ ഈ ആന്ത്രാക്സ് വരുത്തുന്നത് ബാക്ടീരിയകളാണ്. അപ്പൊ ബാക്ടീരിയ വരുത്തുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ആന്ത്രാക്സ്. വരുന്ന ജീവികൾ എന്ന് പറയുന്നത് കാറ്റിൽ, കന്നുകാലികൾ തന്നെയാണ്. പശു, എരുമ തുടങ്ങിയവയ്ക്ക് ആന്ത്രാക്സ് ഉണ്ടാകുന്നു. ദെൻ ഇതിന്റെയും പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രതിരോധം എന്ന് പറയുന്നത് വാക്സിനേഷൻ ആണ്. അപ്പൊ ആന്ത്രാക്സിനെതിരെയും വാക്സിനേഷൻ അവൈലബിൾ ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ അകിടുവീക്കം എന്ന് പറയും. പശുവിനൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ അകിടുവീക്കം. അപ്പൊ ഇതും വരുന്നത് ആർക്ക് തന്നെയാണ്, കാറ്റിൽ, കന്നുകാലികൾക്കാണ്. പശുവിനൊക്കെയാണ് ഈ അകിടുവീക്കം ഉണ്ടാകുന്നത്. ദെൻ ഇതിനും കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അപ്പൊ ബാക്ടീരിയ വരുത്തുന്ന മറ്റൊരു രോഗമാണ് ഏതെന്ന് പറയുന്നത് മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ അകിടുവീക്കം. അപ്പൊ ആന്ത്രാക്സും മാസ്റ്റൈറ്റിസും കന്നുകാലികൾക്ക് ഉണ്ടാക്കുന്നത് ബാക്ടീരിയകളാണ്. അപ്പൊ ഇതിന്റെയും പ്രിവെൻഷൻ, പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വാക്സിനേഷൻ ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് റാണിക്കേറ്റ് ഡിസീസ് അല്ലെങ്കിൽ കോഴി വസന്ത എന്ന് പറയും. ഇത് വരുന്നത് ചിക്കൻ, ഡക്ക് തുടങ്ങിയവയ്ക്കാണ്. അതായത് കോഴി, താറാവ് തുടങ്ങിയവയ്ക്ക് വരുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് റാണിക്കേറ്റ് ഡിസീസ്. ഇതിനും കാരണം എന്ന് പറയുന്നത് വൈറസ് തന്നെയാണ്. അപ്പൊ വൈറസുകൾ കോഴിക്കും അതുപോലെ തന്നെ താറാവിനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് റാണിക്കേറ്റ് ഡിസീസ് അല്ലെങ്കിൽ കോഴി വസന്ത. ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ത്രൂ വാക്സിനേഷൻ. അപ്പൊ ആനിമൽ ഡിസീസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ കുളമ്പ് രോഗം വരുന്നത് കന്നുകാലികൾക്കാണ്, പരത്തുന്നത് വൈറസ് ആണ്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് വാക്സിനേഷൻ. ദെൻ അടുത്തതെന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ്, കാറ്റിൽ, കന്നുകാലികൾക്കാണ് വരുന്നത്. പതോജൻ എന്ന് പറയുന്നത് ബാക്ടീരിയ, പ്രിവെൻഷൻ വാക്സിനേഷൻ. ദെൻ അടുത്തത് മാസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ അകിടുവീക്കം വരുന്നത് കന്നുകാലികൾക്കാണ്, പതോജൻ ബാക്ടീരിയ, പ്രിവെൻഷൻ വാക്സിനേഷൻ. നെക്സ്റ്റ് വൺ റാണിക്കേറ്റ് ഡിസീസ്. ഇത് വരുന്നത് ചിക്കൻ, ഡക്ക് തുടങ്ങിയവയ്ക്കാണ്. പതോജൻ എന്ന് പറയുന്നത് വൈറസ് ആണ്. അപ്പൊ ഇതിന്റെയും പ്രിവെൻഷൻ എന്ന് പറയുന്നത് ത്രൂ വാക്സിനേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ആനിമൽ ഡിസീസസ് അല്ലെങ്കിൽ ജന്തുരോഗങ്ങളെ കുറിച്ച് പറയാൻ. ഇനി ആനിമൽസിന്റെ രോഗങ്ങൾ വരുന്നത് പോലെ തന്നെ ആർക്കും വരാറുണ്ട്, പ്ലാന്റ്സിനും വരാറുണ്ട്. അപ്പൊ ഈ പ്ലാന്റ്സിനും രോഗങ്ങൾ പരത്തുന്നത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പൊ പ്ലാന്റ്സിനെ കോമൺ ആയിട്ട് ബാധിക്കുന്ന ചില ഡിസീസസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാൾ. ബ്രിഞ്ചാൾ അല്ലെങ്കിൽ വഴുതന ഇല്ലേ, വഴുതനയിലെ വിൽറ്റ് ഡിസീസ് അല്ലെങ്കിൽ വാട്ടരോഗം എന്ന് പറയും. വഴുതന വാടിപ്പോവുക, പതോജൻ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അപ്പൊ ബാക്ടീരിയ വഴുതനയിൽ ഉണ്ടാക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് വിൽറ്റ് ഡിസീസ് അല്ലെങ്കിൽ വാട്ടരോഗം എന്ന് പറയും. ഇനി ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് യങ്ങർ ലീവ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, വിൽറ്റ് ആയി പോവുക. അതായത് ഇലകളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, വാടിപ്പോകുന്നു, ഇളം ഇലകളൊക്കെ വാടിപ്പോകുന്നു. ദെൻ ലീവ്സ് ടേൺ യെല്ലോ, അതായത് ഇലകള് മഞ്ഞ നിറത്തിലേക്ക് മാറുന്നു. അതായത് പച്ച നിറത്തിൽ നിന്നും ഇലകളുടെ നിറം എന്തിലേക്ക് മാറുന്നു, മഞ്ഞ നിറമാകുന്നു. സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ചസിന്റെ നമ്പർ, എണ്ണമൊക്കെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ശാഖകളുടെ എണ്ണമൊക്കെ കുറയുന്നു. അപ്പം ഫസ്റ്റ് പ്ലാന്റ് ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ്, ബാക്ടീരിയ വരുത്തുന്ന ഡിസീസായ വിൽറ്റ് ഡിസീസ് അല്ലെങ്കിൽ വാട്ടരോഗമാണ്. അപ്പൊ ഇതിന്റെ സിംറ്റംസ്, ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് യങ്ങർ ലീവ്സ് വിൽറ്റ് ആയി പോവുക അല്ലെങ്കിൽ വാടിപ്പോകുന്നു. ലീവ്സിന്റെ കളർ യെല്ലോ ആയിട്ട് മാറുന്നു. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച മുരടിക്കുന്നു. അതുപോലെ തന്നെ ബ്രാഞ്ചസ്, ശാഖകളുടെ എണ്ണം കുറയുന്നു.
ദെൻ അടുത്തതെന്ന് പറയുന്നത് ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാടി, അതായത് നെല്ലിലെ ബ്ലൈറ്റ് രോഗം. അപ്പൊ ഈ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം ഉണ്ടാക്കുന്നതും ആര് തന്നെയാണ്? ബാക്ടീരിയ ആണ്. ബാക്ടീരിയ മൂലമാണ് നെൽച്ചെടിയിൽ ഏത് രോഗം ഉണ്ടാകുന്നത്? ബ്ലൈറ്റ് ഡിസീസ്. അപ്പം വിൽറ്റ് ഡിസീസ് ഇൻ ബ്രിഞ്ചാളും അതുപോലെ തന്നെ ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാടിയും ബാക്ടീരിയ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ സ്പോട്ട്സ് ഓൺ ദ ലീവ്സ്, അതായത് ഇലകളിലൊക്കെ വട്ടത്തിലുള്ള മഞ്ഞ പാടുകൾ കാണാം. അപ്പൊ ഇലകളിലൊക്കെ എന്ത് വരുന്നു? വട്ടത്തിലുള്ള മഞ്ഞ പാടുകളൊക്കെ ഉണ്ടാകുന്നു. ദെൻ അതുപോലെ തന്നെ സ്പോട്ട്സ് ഓൺ റൈസ് ഗ്രെയിൻസ്, അതായത് നെന്മണികളിലൊക്കെ പുള്ളിക്കുത്തുകൾ കാണപ്പെടും. ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാടിയാണ് പറയുന്നത്. ആരാണ്? പതോജൻ ബാക്ടീരിയ ആണ്. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? ലീവ്സിൽ റൗണ്ട് യെല്ലോ സ്പോട്ട്സ് കാണുക, അതായത് ഇലകളിൽ വട്ടത്തിലുള്ള മഞ്ഞ കുത്തുകൾ കാണപ്പെടുന്നു. അതുകൂടാതെ തന്നെ സ്പോട്ട്സ് ഓൺ റൈസ് ഗ്രെയിൻ, നെന്മണികളിൽ പുള്ളിക്കുത്തുകൾ കാണപ്പെടുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. അപ്പം വാഴയിലെ കുറുനാമ്പ് രോഗമാണ്. അപ്പൊ ഇതിന് കാരണം എന്ന് പറയുന്നത് വൈറസ് ആണ്. അപ്പൊ വൈറസുകൾ വാഴയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? ബഞ്ചി ടോപ്പ്, കുറുനാമ്പ് രോഗം. അപ്പൊ ഇതിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ആരാണ്? വൈറസുകളാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലീവ്സ് ബിക്കം ഷോർട്ട്, നാരോ ആൻഡ് സ്റ്റാൻഡ് അപ്രൈറ്റ്, അതായത് ഇലകൾ എന്ന് പറയുന്നത് ചെറുതാകുന്നു, ഷോർട്ട് ആകുന്നു, നാരോ വീതി കുറയുന്നു, അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് നേരെ അങ്ങ് മുകളിലേക്ക് വളരുന്നു. അപ്പൊ ആ ലീവ്സിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ചെറുതായിരിക്കും. സാധാരണ വാഴയില എന്ന് പറയുന്ന വലിയ ഇലകളാണ് ഇല്ലേ. അപ്പൊ ഈ ബഞ്ചി ടോപ്പ് ബാധിച്ച അല്ലെങ്കിൽ കുറുനാമ്പ് രോഗം ബാധിച്ച വാഴയുടെ ഇലകൾ എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, ചെറുതായിരിക്കും, നാരോ വീതി കുറഞ്ഞിരിക്കും, അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്, അതായത് മുകളിലേക്കായിരിക്കും വളരുന്നത്. ദെൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്, വാഴയുടെ വളർച്ച എന്ത് ചെയ്യുന്നു? മുരടിക്കുന്നു. അപ്പൊ വാഴയുടെ വളർച്ച മുരടിക്കാൻ കാരണമായ ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത്? ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. അത് ഉണ്ടാക്കുന്ന ആരാണ്? വൈറസുകളാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് മൊസൈക്ക് ഡിസീസ് ഇൻ ടപ്പിയോക്ക, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം. അപ്പൊ ഈ മരച്ചീനിയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം എന്ന് പറയുന്നത് വൈറസുകളാണ്. അപ്പൊ വൈറസ് കോസസ് മൊസൈക്ക് ഡിസീസ് ഇൻ ടപ്പിയോക്ക, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം. കാരണക്കാരെന്ന് പറയുന്നത് വൈറസുകളാണ്. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളേർഡ് പാച്ചസ് ഓൺ ദ ലീവ്സ്, അതായത് ഇലകളിലൊക്കെ ഇളം മഞ്ഞ നിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്നു. പിന്നീട് ഈ പാടുകൾ എന്ന് പറയുന്നത് വൈറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് യെല്ലോ കളേർഡ് പാച്ചസ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പാടുകളാണ് ഇലകളിൽ രൂപപ്പെടുന്നത്. പിന്നീട് ആ യെല്ലോ പാച്ചസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? വൈറ്റ് കളേർഡ് ആയിട്ട് മാറുന്നു. അപ്പൊ വെള്ള നിറത്തിലേക്ക് മാറുന്നു. ഗ്രോത്ത് റിട്ടാർഡ്സ്, അതായത് വളർച്ച മുരടിക്കുന്നു. അതുപോലെ തന്നെ ടപ്പിയോക്കയുടെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു, കുറയുകയും ചെയ്യുന്നു. അപ്പൊ സാധാരണ കപ്പയുടെ വലിപ്പം വർദ്ധിക്കാറുണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ മൊസൈക്ക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ കപ്പയുടെ വലിപ്പം എന്ന് പറയുന്നത് കുറയുന്നു, അതുപോലെ തന്നെ കപ്പയുടെ വളർച്ചയും മുരടിക്കുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മൊസൈക്ക് ഡിസീസ് ഇൻ ടപ്പിയോക്ക, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം പരത്തുന്നതെന്ന് പറയുന്നത് ആരാണ്? വൈറസ് ആണ്. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ലീവ്സിൽ യെല്ലോ കളേർഡ് പാച്ചസ് ഉണ്ടാകുന്നു, പിന്നീട് ഇത് വൈറ്റ് കളേർഡ് ആയിട്ട് മാറുന്നു, സ്റ്റാൻഡേർഡ് ഗ്രോത്ത് വളർച്ച മുരടിക്കുന്നു, അതുപോലെ തന്നെ ടപ്പിയോക്കയുടെ സൈസ് കുറയുകയും ചെയ്യുന്നു, അതായത് ചെറിയ ടപ്പിയോക്കയായിരിക്കും ലഭിക്കുന്നത്. ദെൻ അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, തെങ്ങിന്റെ കൂമ്പ് ചീയൽ എന്ന് പറയും. ഇതിന് കാരണക്കാര് ഫംഗസ് ആണ്. അപ്പൊ ഫംഗസുകൾ തെങ്ങിനുണ്ടാക്കുന്ന ഒരു രോഗമാണ് ഏതെന്ന് പറയുന്നത് ബഡ് റോട്ട് അല്ലെങ്കിൽ കൂമ്പ് ചീയൽ എന്ന് വിളിക്കും. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ടെൻഡർ ലീവ്സ് ബിക്കം യെല്ലോ, അതായത് ഇലകളുടെ നിറം എന്ന് പറയുന്ന ഇലകളൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? മഞ്ഞ നിറത്തിലേക്കാകുന്നു. ദെൻ അതുപോലെ തന്നെ അതിന്റെ ക്രൗൺ ഡ്രൂപ്പ് ചെയ്യുകയും ഫാൾ ചെയ്യുകയും ചെയ്യുന്നു, അതായത് തെങ്ങിന്റെ കൂമ്പ് വാടിയിട്ട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ തെങ്ങിന്റെ കൂമ്പ് ഭാഗമൊക്കെ വാടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലെ. കോക്കനട്ടിന് ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് ഏതെന്ന് പറയുന്നത് ബഡ് റോട്ട് അല്ലെങ്കിൽ കൂമ്പ് ചീയൽ എന്ന് പറയും. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ടെൻഡർ ലീവ്സ് ബിക്കം യെല്ലോ, അതായത് ഇളം ഇലകളൊക്കെ എന്തായിട്ട് മാറുന്നു? മഞ്ഞ നിറമുള്ളതായിട്ട് മാറുന്നു. ദെൻ അതുപോലെ തന്നെ അതിന്റെ കൂമ്പ് വാടി കുഴിയുകയും ചെയ്യുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ക്യുക്കുബിൽറ്റിൻ പെപ്പർ, അതായത് കുരുമുളകിലെ ദ്രുതവാട്ടം. കുരുമുളക് പെട്ടെന്ന് തന്നെ വാടിപ്പോവുക. ക്യുക്കുബിൽറ്റിൻ പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലെ ദ്രുതവാട്ടത്തിന് കാരണവും ഫംഗസ് തന്നെയാണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വെറ്റ് മാർക്സ് ഓൺ ദ സ്റ്റെം ആൻഡ് ലീവ്സ്, അതായത് കാണ്ടത്തിലും ഇലകളിലും ഒക്കെ നനഞ്ഞ പാടുകൾ ഉണ്ടാകുക. അപ്പൊ കാണ്ടത്തിലും ഇലകളിലും ഒക്കെ വെറ്റ് മാർക്സ് അല്ലെങ്കിൽ നനഞ്ഞ പാടുകൾ ഉണ്ടാകുന്നു. ലീവ്സ് ഫാൾ, പെട്ടെന്ന് തന്നെ ഇലകൾ പൊഴിയുന്നു. പ്ലാന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യുന്നു. ക്യുക്കുബിൽറ്റ് ഇല്ലേ, അതായത് പെട്ടെന്ന് വാടിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ക്യുക്കുബിൽറ്റ് ഓഫ് പെപ്പർ അല്ലെങ്കിൽ കുരുമുളകിലെ ദ്രുതവാട്ടം. കാരണക്കാരെന്ന് പറയുന്ന ആരാണ്? ഫംഗസ് ആണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വെറ്റ് മാർക്സ് ഓൺ ദ സ്റ്റെം ആൻഡ് ലീവ്സ്, ഇലകളിലും കാണ്ടത്തിലും ഒക്കെ നനഞ്ഞ പാടുകൾ ഉണ്ടാകുക. ലീവ്സ് ഫാൾ, ഇലകൾ പൊഴിഞ്ഞു പോകുന്നു. ദെൻ അതുപോലെ തന്നെ പെട്ടെന്ന് ചെടി വാടി പോവുകയും ചെയ്യുന്നു.
അപ്പൊ ഇത്രയും പ്ലാന്റ് ഡിസീസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ പ്ലാന്റ്സിനും എന്തുണ്ടാകുന്നുണ്ട്, രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഉള്ളതുപോലെ തന്നെ ആർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്, പ്ലാന്റ്സിനും ഉണ്ട്. അപ്പൊ ഈ പ്ലാന്റ്സിലെ പ്രതിരോധ മാർഗങ്ങൾ അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ പ്ലാന്റ്സിനകത്തിലേക്ക് സ്റ്റെമ്മിലൂടെയോ ലീവ്സിലൂടെയോ ഒക്കെ പതോജൻസ് എൻ്റർ ചെയ്യാം അല്ലേ. അപ്പൊ ഈ ലീവ്സിലൂടെയും അതുപോലെ തന്നെ സ്റ്റെമ്മിലൂടെയും ഒക്കെ പതോജൻസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യാനായിട്ട് ലീവ്സിനും സ്റ്റെമ്മിനും ഒക്കെ പുറമെ ഒരു കോട്ടിംഗ് ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ്. അപ്പൊ ഈ പുറമേ ഉള്ള ഈ കവറിംഗ് ആയ ആവരണമായിട്ടുള്ള എപ്പിഡെർമിസ്, അതുപോലെ തന്നെ ഈ എപ്പിഡെർമിസിന് പുറമെ ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, മെഴുകുകൊണ്ടുള്ള ആവരണമുണ്ട്. അപ്പൊ ഇതൊക്കെ പ്ലാന്റിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിനെയും റൂട്ടിനെയും കവർ ചെയ്ത് എപ്പിഡെർമിസും അതുപോലെ തന്നെ വാക്സി കോട്ടിങ്ങും ഉണ്ട്. ഇത് രണ്ടും പ്ലാന്റ്സിന്റെ സ്റ്റെമ്മിനെയും റൂട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ സെല്ലിൽ കൂടി പതോജൻസ് എൻ്റർ ചെയ്യാതിരിക്കാനായിട്ട് സെല്ലിനെ കവർ ചെയ്തുകൊണ്ട് ഒരു റിജിഡ് സെൽ വാൾ, അതായത് നല്ല കട്ടിയുള്ള ഒരു കോശഭിത്തി ഉണ്ട്. ഈ കട്ടിയുള്ള കോശഭിത്തി ഉള്ളത് കൊണ്ട് കോശത്തിലേക്ക് എന്ത് കടക്കത്തില്ല, പതോജൻസ് കടക്കത്തില്ല. ദെൻ അതുപോലെ തന്നെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഉണ്ട് ഈ പ്ലാന്റ്സിന്. അപ്പൊ ഈ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് പതോജൻസിനെ ഒന്നുകിൽ ഡിസ്ട്രോയ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, വളർച്ച തടയുകയും ചെയ്യും. അടുത്തതെന്ന് പറയുന്നത്, ഇപ്പൊ ഒരു സെല്ലിനെ ഒരു പതോജൻ അറ്റാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത സെൽസിന് ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് നൽകുകയും ബാക്കിയുള്ള പാർട്ടിനെ ആ പതോജന്റെ ഇൻഫെക്ഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ പ്ലാന്റ്സിന്റെ ഒരു മെക്കാനിസമാണ്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിനെ പതോജൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത പാർട്ടിലേക്ക് അതിന്റെ സിഗ്നൽസ് എത്തുകയും ബാക്കിയുള്ള പാർട്സിനെ എന്ത് ചെയ്യുകയും ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിനെ പതോജൻ അറ്റാക്ക് ചെയ്തെങ്കിൽ ആ ഭാഗത്തുള്ള സെൽസ് എന്ത് ചെയ്യും, നശിച്ചു പോകും. ആ സെൽസ് നശിച്ചിട്ട് അത് ബാക്കിയുള്ള പാർട്ടിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ പ്ലാന്റ്സിനകത്തിലുള്ള എൻസൈമുകൾ പതോജൻസിന്റെ സെൽ വാളിനെ നശിപ്പിച്ച് പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. പ്ലാന്റ്സിന്റെ സെൽ വാളൊക്കെ കടന്ന് പതോജൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൽ വാളിൽ മറ്റൊരു പോളിസാക്കറൈഡ് ഉണ്ട്. പോളിസാക്കറൈഡിന്റെ പേരാണ് കാലോസ്. ഇതും എന്ത് ചെയ്യുന്നുണ്ട്, പതോജൻസിൽ നിന്നും പ്ലാന്റ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളെ പോലെ തന്നെ പ്ലാന്റ്സിനും എന്തോ ഉണ്ട്, ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി ഉണ്ട് അല്ലേ. അപ്പൊ ഈ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, സെല്ലിനകത്തിലേക്ക് പതോജൻസിന്റെ എൻട്രി പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരു റിജിഡ് സെൽ വാൾ, കട്ടികൂടിയ ഒരു കോശഭിത്തി ഉണ്ട്. ദെൻ സ്റ്റെമ്മിലേക്ക് റൂട്ടിലേക്കും പതോജൻസിന്റെ എൻട്രിയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എപ്പിഡെർമിസും അതുപോലെ തന്നെ വാക്സി കോട്ടിങ്ങും ഉണ്ട്. ഇനി പ്ലാന്റ്സിലുള്ള ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുകയും അവയുടെ വളർച്ച ഇൻഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു പാർട്ടിനെ പതോജൻസ് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ സെൽസ് നശിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി ഏതെങ്കിലും ഒരു സെല്ലിനെ പതോജൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്നുള്ള സിഗ്നൽസ് തൊട്ടടുത്ത സെല്ലുകളിലേക്ക് പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ബാക്കിയുള്ള സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്ലാന്റ്സിനകത്തിലുള്ള എൻസൈമുകൾ എന്ന് പറയുന്നത് പതോജൻസിന്റെ സെൽ വാളിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. അതിലൂടെ പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഈ സെൽ വാളിലൂടെ പതോജൻസ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെൽ വാളിലുള്ള ഒരു പോളിസാക്കറൈഡായ കാലോസ് പതോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് പ്ലാന്റ്സിലുള്ള പ്രതിരോധ മാർഗങ്ങൾ. അപ്പൊ നോക്കിക്കേ, എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വരുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ രോഗങ്ങൾ വരിക എന്നുള്ളത് അത് സാധാരണമാണ്. അപ്പൊ ഈ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ജന്മനാൽ തന്നെ അല്ലെങ്കിൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഇമ്മ്യൂൺ മെക്കാനിസം ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ പ്രത്യേക ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യിച്ചിട്ടുണ്ട് അല്ലെ. ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷനിലൂടെയൊക്കെ നമ്മൾ കൃത്രിമമായിട്ടുള്ള പ്രതിരോധമൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. പ്രതിരോധ മാർഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രോഗങ്ങൾ വരാതെ അതിനെ തടയുക എന്നുള്ളതാണ് നമ്മളുടെ കടമ. അപ്പം പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിനകത്തിലെ ഈ ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന ഡിസീസസോ അല്ലെങ്കിൽ എക്സർസൈസ് ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന ഡിസീസസോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ഡിസീസസോ ഒക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന രോഗങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകളൊക്കെ എടുക്കേണ്ടുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 5th ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങാം. താങ്ക്